കാശ്മീരിൽ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട 4 സ്ഥലങ്ങൾ ഞാൻ പറയാം കേട്ടോ. ബൈ റോഡാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പഹൽഗാമിൽ പോവുക, അവിടെ ഒരു ദിവസം സ്റ്റേ എടുക്കുക. സെക്കൻഡ് ഗുൽമർഗ് പോവുക, ഗുണ്ടോള റൈഡ് എടുക്കുക, അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക ഗുൽമർഗ്. തേർഡ് ഡേ നിങ്ങൾ ശ്രീനഗർ വരിക, ഡാൽ ലേക്ക് എല്ലാം വിസിറ്റ് ചെയ്യുക, അവിടെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുക. ഫോർത്ത് ഡേ നിങ്ങൾ നേരെ സോൻമർഗിൽ പോവുക, അവിടെ സ്റ്റേ ചെയ്യുക, റിട്ടേൺ വരിക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രീനഗറിൽ റൂം എടുത്തിട്ട് ഈ 4 സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പോവാവുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ടും ഒരു ദിവസം ഹൗസ് ബോട്ടിൽ റൂം എടുക്കുക. ഈ ശ്രീനഗറിൽ നിന്നും ഒരു 2 hours വരും പഹൽഗാമിലേക്കുള്ളൊരു യാത്ര, ഒരു 1 hour വരും ഗുൽമർഗിലേക്കുള്ളൊരു യാത്ര, സോൻമർഗിലേക്ക് ഒരു 1 to 2 hours യാത്ര വരും കേട്ടോ. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലാണ് അവിടെ റൂം എടുക്കാൻ പറഞ്ഞത്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് ശ്രീനഗറിൽ തന്നെ സ്റ്റേ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ സോൻമർഗിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് സോൻമർഗ് വഴിയാണ് ലഡാക്കിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ സോൻമർഗിൽ സ്റ്റേ എല്ലാം എടുത്തിട്ട് അതുവഴി കാർഗിൽ വഴി ലഡാക്കിലേക്ക് പോകും. ആക്ച്വലി നമുക്ക് കാർഗിലിൽ റൂം എടുത്താൽ മതിയായിരുന്നു, പക്ഷേ അവിടേക്കുള്ള റോഡ് സോജില പാസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സോൻമർഗ് റൂം എടുത്തത് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഒരുപാട് നല്ലതെന്ന് പറഞ്ഞാൽ ജമ്മു കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മുതൽ 2 സൈഡും നിറയെ മരങ്ങളും അരുവികളും മലകളും മഞ്ഞുമലകളും ഒക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. എവിടെ തിരിഞ്ഞാലും ഇത് തന്നെയാണ്. അത് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നതും. എല്ലായിടത്തും മഞ്ഞുമലകളും ആ ഗ്രീനറിയൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം കരിഞ്ഞ് ഉണങ്ങി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് പക്ഷെ അങ്ങനെയല്ല, നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അരുവികളിൽ വെള്ളവും നിറയെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും, ആ ഗ്രാമത്തിലുള്ള വീടുകൾ കാണാൻ തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. അങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നും. കാരണം നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല ഇങ്ങോട്ടേക്ക് വന്നാൽ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണെന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിങ്ങൾ എവിടെ പോയില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ കാശ്മീർ. ലഡാക്കൊന്നും പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ കാശ്മീർ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കാശ്മീരാണ്. ഇപ്പം വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക്, യൂറോപ്യൻ കൺട്രികളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പോകാൻ പറ്റുന്ന നമ്മുടെ ഇന്ത്യയുടെ പാർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് വരാൻ പറ്റുക, അവിടുത്തെ ഈ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും കാശ്മീർ വിസിറ്റ് ചെയ്യാം കേട്ടോ.